നമസ്കാരം. ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ. എല്ലാ വർഷവും ഫെബ്രുവരി 14 ലോകമെമ്പാടും പ്രണയിതാക്കളും ദമ്പതികളും ആഘോഷിക്കുന്ന ദിനം. റോമിലെ പുരോഹിതനായ വാലന്റൈൻ്റെ സ്മരണയ്ക്കായാണ് വാലന്റൈൻസ് ദിനം ആഘോഷിക്കുന്നത്. 3-ാം നൂറ്റാണ്ടിൽ ക്ലോയിഡസ് എന്നൊരു രാജാവ് റോം ഭരിച്ചിരുന്നതായി പറയപ്പെടുന്നു. തൻ്റെ രാജ്യത്തിൻ്റെ സൈനിക ശക്തിയിൽ ക്ലോയിഡസ് വളരെ ശ്രദ്ധാലുവായിരുന്നു. അതിനാൽ വിവാഹിതരായ സൈനികരേക്കാൾ അവിവാഹിതരായ സൈനികരാണ് മികച്ച യോദ്ധാക്കളാകുകയെന്ന് ക്ലോയിഡസ് വിശ്വസിച്ചു. അങ്ങനെ അദ്ദേഹം റോമിൽ പട്ടാളക്കാർ വിവാഹം കഴിക്കുന്നത് വിലക്കി. റോമിലെ പട്ടാളക്കാർ ഈ വിലക്കിൽ അസ്വസ്ഥരായിരുന്നു. എന്നാൽ ക്ലോയിഡസ് രാജാവിൻ്റെ ഈ ഉത്തരവ് പാസ്റ്റർ വാലന്റൈന് ഇഷ്ടപ്പെട്ടില്ല. ഈ ഉത്തരവ് അനുസരിക്കാതിരിക്കാൻ വാലന്റൈൻ റോമിലെ സൈനികരെ പ്രേരിപ്പിച്ചു. ഇതോടൊപ്പം രാജ്യത്തെ നിരവധി സൈനികരെയും വിശുദ്ധ വാലന്റൈൻ വിവാഹം കഴിപ്പിച്ചു. ഇതറിഞ്ഞ ക്ലോയിഡസ് രാജാവ് വാലന്റൈനോട് ദേഷ്യപ്പെടുകയും അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ ഉത്തരവിടുകയും ചെയ്തു. ജയിലിലായ വാലന്റൈൻ ജയിലറുടെ അന്ധയായ മകളുമായി സൗഹൃദത്തിലാവുകയും ക്രമേണ അത് പ്രണയത്തിലേക്ക് വഴിമാറുകയും ചെയ്തു. പെൺകുട്ടിയുടെ അന്ധത നീക്കപ്പെടുകയും ചെയ്തു എന്നാണ് റോമിലെ ജനങ്ങൾ വിശ്വസിക്കപ്പെടുന്നത്. ഒടുവിൽ ഫെബ്രുവരി 14 വാലന്റൈനെ തൂക്കിലേറ്റാൻ പോകുന്ന ദിനം വന്നെത്തി. മരിക്കുന്നതിന് മുമ്പ് വാലന്റൈൻ കാമുകിക്ക് ഒരു കത്തെഴുതി. കത്തിൻ്റെ അവസാനം യുവർ വാലന്റൈൻ എന്നെഴുതി. അതിനുശേഷം റോമിലെ ജനങ്ങൾ എല്ലാ വർഷവും വിശുദ്ധ വാലന്റൈൻ വധിക്കപ്പെട്ട ദിവസം ഫെബ്രുവരി 14 പ്രണയദിനമായി ആഘോഷിക്കാൻ തുടങ്ങി. വാലന്റൈൻ ഡേയിൽ വാണിജ്യപരമായി ഏറ്റവും കൂടുതൽ ചിലവാക്കുന്നത് അമേരിക്കയാണ്. വാലന്റൈൻ ഡേയ്ക്ക് അമേരിക്ക കഴിഞ്ഞാൽ വലിയ പ്രാധാന്യമുള്ള രാജ്യങ്ങൾ UK, കാനഡ, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നിവയാണ്. ഏഷ്യൻ രാജ്യമായ ജപ്പാനിൽ ഫെബ്രുവരി 14 സ്ത്രീകൾ പുരുഷന്മാർക്ക് ചോക്ലേറ്റ് നൽകുന്നു. ഒരു മാസം കഴിഞ്ഞ് മാർച്ച് 14 പുരുഷന്മാർ സ്ത്രീകൾക്കും തിരിച്ച് സമ്മാനങ്ങൾ നൽകുന്നു.